ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ECLB അക്കാഡമിയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന 10th പ്രിലിംസിന്റെ ഒക്കെ എക്സാമിനേഷൻ നമ്മുടെ അടുത്ത മാസങ്ങളായിട്ട് എന്താണ് നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഈ പറയുന്ന ഒരുപാട് പേര് അപേക്ഷ അയച്ചിട്ടുണ്ടായ പരീക്ഷയാണ്. എന്നാൽ ഈ പറയുന്ന കൺഫർമേഷൻ കൊടുക്കേണ്ട സമയം കഴിഞ്ഞപ്പോഴത്തേനും ഒരു വലിയ രീതിയിലുള്ള നല്ലൊരു ശതമാനം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് പിന്മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ പറയുന്ന എത്രത്തോളം പേര് അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ എത്രത്തോളം ആളുകൾ കൺഫർമേഷൻ നൽകിയിട്ടുണ്ടായിരുന്നതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ തന്നെയാണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു ഭാഗം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ മുഴുവനായിട്ട് എന്താണ് നമ്മുടെ വീഡിയോ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന 10th പ്രിലിംസിന്റെ എക്സാം എന്ന് പറയുന്നത് 2 ദിവസങ്ങളിലായിട്ട് 4 സ്റ്റേജുകളായിട്ടാണ് നടക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന 2 ദിവസങ്ങൾ 4 സ്റ്റേജ്, അതായത് ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് ഈ പറയുന്ന 18/7/2026 എന്ത് ചെയ്യുന്നത് ആദ്യത്തെ സ്റ്റേജ് നടക്കുന്നത്. ഒരുപാട് നിയമനങ്ങൾ നടക്കുന്നത് നമ്മുടെ കമ്പനി ബോർഡ് LGSലേക്കും അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ ബെക്കോ എന്നീ പറയുന്ന തസ്തികയിലേക്കാണ് എന്ത് ചെയ്യുന്നത് 10th പ്രിലിംസ് നടക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. ആ ഒരു പ്രിലിംസ് എക്സാമിനേഷൻ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നത് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലെ. അത് ഒരുപാട് പേര് കണ്ണു നട്ടിരിക്കുന്ന പരീക്ഷ എന്ന് പറയുന്നത് കമ്പനി ബോർഡ് LGS ആണെന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന കമ്പനി ബോർഡ് LGSന്റെ ബെക്കോടെ ഒക്കെ പറയുന്ന എക്സാമിനേഷൻ 10th പ്രിലിംസ് എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്നത് 18/7/2026 അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റേജിലുള്ള ആളുകളുടെ പരീക്ഷ എന്ന് പറയുന്നത് രാവിലെയും അതേപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേജിലുള്ള ആളുകളുടെ പരീക്ഷ എന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞുമാണ് എന്ത് ചെയ്യുന്നത് കണ്ടക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞു വരുന്ന ആളുകളുടെ പരീക്ഷ അല്ലെ, അതായത് ഈ പറയുന്ന രീതിയിൽ സ്റ്റേജ് 3ഉം 4ഉം അടങ്ങിയിട്ടുള്ള ആളുകളുടെ പരീക്ഷ എന്ന് പറയുന്നത് അത് 18-ാം തീയതി അല്ല, പിന്നെ എന്നാണത് അത് ഈ പറയുന്ന രീതിയിൽ ഓഗസ്റ്റ് മാസം 1-ാം തീയതി നടക്കുമെന്നാണ് എന്ത് ചെയ്യുന്നത് PSC നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് 2 ദിവസങ്ങളിലായിട്ട് 4 സ്റ്റേജ് ആയിട്ട് എന്ത് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് 10ാം തല പ്രാഥമിക പരീക്ഷയ്ക്ക് 4 ഘട്ടം ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത് 6.78 ലക്ഷം പേരെന്നുള്ളതാണ്. അതിന്റെ വ്യത്യാസം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതായത് നോക്കിയ കമ്പനി ബോർഡ് കോർപ്പറേഷൻ ലാസ്റ്റ് ഇയർ സർവന്റ് കാറ്റഗറി 423/2025 കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നീ പറഞ്ഞ വിവിധ തസ്തികകളിലേക്കുള്ള എന്താണ് ഇത്തവണ 10ാം തല പ്രാഥമിക പരീക്ഷയിൽ PSC ഉൾപ്പെടുത്തിയത് 4 തസ്തികകളിലേക്കുമായിട്ട് 16,80,211 അപേക്ഷകളാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ 16 ലക്ഷത്തോളം വരുന്ന അപേക്ഷകർ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, PSC മുഖേന അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ അല്ലെ ഇവിടെ പ്രാഥമിക പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നവരുടെ പ്രൊഫൈലോട് ഉറപ്പ് നൽകാൻ മെയ് 11 രാത്രി 12 മണി സമയം നൽകി ഓരോ തസ്തികയിലേക്കും പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയുടെ എണ്ണം ക്രമീകരിച്ചപ്പോൾ മൊത്തം 6,78,000 പേർ പൊതുപരീക്ഷക്കാരാണെന്ന് ഇത് കണ്ടെത്തി എന്നുള്ളതാണ്. അവരെ 4ആയി വിഭജിച്ച് പ്രാഥമിക പരീക്ഷ നടത്തുമെന്നുള്ളതാണ്. അതായത് 1.65 ലക്ഷം പേരാണ് പരീക്ഷ എഴുതുന്നത്. ആദ്യ 2 ഘട്ടങ്ങൾ അഡ്മിഷൻ ടിക്കറ്റ് ജൂലൈ 4 മുതൽ ലഭ്യമാകും എന്നുള്ളതും ഓരോ ഘട്ടത്തിലും 1.25 മണിക്കൂറാണ് പരീക്ഷ സമയം. 100 ചോദ്യങ്ങൾക്ക് ഉത്തരം രേഖപ്പെടുത്തണം. വിശദമായ പാഠ്യ പദ്ധതി പരീക്ഷ കലണ്ടറിനൊപ്പം ലിങ്കിൽ നൽകിയിട്ടുണ്ടെന്ന് നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വെറും 16,80,211 പേര് അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്ന ഒരു പരീക്ഷയ്ക്ക് ഇപ്പോൾ കൺഫർമേഷൻ കൊടുത്ത് കഴിയുമ്പോഴത്തേന് എത്താക്കി മാറുന്നുണ്ടത് വെറും ഈ പറയുന്ന രീതിയിൽ 6,78,000 എന്നുള്ള സംഖ്യയിലേക്ക് കുറയുന്നതായിട്ട് നമുക്ക് എന്തെങ്കിലും പറ്റും കാണാൻ വേണ്ടി പറ്റും എന്നുള്ള കൺഫർമേഷൻ കൊടുത്തപ്പോൾ വളരെ വലിയൊരു ഇടിവാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. കാരണം ഇതെന്ന് പറയുന്നത് ഈ കൺഫർമേഷൻ കൊടുത്തവർക്കുള്ള ഒരു ലക്കം കൂടിയാണ്. കാരണം നിങ്ങൾ മത്സരിക്കേണ്ടത് ഇനി 6 ലക്ഷത്തിന് കൂടാണ്, അല്ലെങ്കിൽ 16 ലക്ഷത്തിന്റെ കൂടെ അല്ല നിങ്ങൾ മത്സരിക്കേണ്ടത്, ഇനി 6 ലക്ഷത്തിന്റെ കൂടെ മാത്രമാണ്. ഇനി നിങ്ങളുടെ മുന്നിൽ എന്ന് പറയുന്നത് അധികം സമയമില്ല. ഇനിയുള്ള ഈ പറയുന്ന ഇനിയൊരു കഷ്ടിച്ച് പോയി കഴിഞ്ഞാൽ 60 ദിവസം അടുപ്പിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ ഇവിടെ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. ആ 60 ദിവസം നിങ്ങൾ എങ്ങനെ എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യുന്നു പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ള അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യുന്നത് അവിടെ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇനിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യുക വളരെ കഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. വെറുതെ വാരി വലിച്ച് പഠിച്ചാൽ പോരാ. സിലബസിലുള്ളതിന് വളരെ ഇമ്പോർട്ടന്റ് ആയ ഹോട്ട് ടോപ്പിക്കുകൾ മാത്രം പിക്ക് ചെയ്ത് അവിടെ നിന്ന് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം പിക്ക് ചെയ്ത് എന്ത് ചെയ്യുക അത് സ്ട്രെസ് ചെയ്തിരുന്ന് പഠിക്കുകയും അത് റിവിഷൻ ചെയ്യുന്നവർക്കായിരിക്കും എന്ത് ചെയ്യുന്നത് വിജയത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുക. നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, കമ്പനി ബോർഡിലേക്ക് നിയമനം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 3000 അടുക്കുകയാണ്. ബെക്കോയ്ക്ക് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ് അല്ലെ. എന്തായാലും ഒരുപാട് പേര് നോക്കുന്ന എക്സാംസ് തന്നെയാണ് ഈ പറയുന്ന കമ്പനി ബോർഡിന്റെ ബെക്കോയുടെ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് വളരെ നിങ്ങൾക്ക് ഈ ഒരു ജോലി വേണമെന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ളൂ എന്നുള്ളതാണ്. അത് വളരെ എഫക്റ്റീവായിട്ട് പഠിക്കണമെന്ന് താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഇനി എങ്ങനെ പഠനം മുന്നോട്ടേ കൊണ്ടുപോകണം എന്നറിയാതെ വഴിമുട്ടി നിൽക്കുന്നവരാണെങ്കിൽ നമ്മുടെ ECLB അക്കാഡമിയിൽ നമ്മൾ 60 ദിവസത്തെ ഇന്റൻസീവ് ക്രാഷ് ബാച്ച് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ 60 ദിവസത്തെ നമ്മൾ പിക്ക് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്കുകൾ എടുത്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ബന്ധപ്പെട്ട ഈ പറഞ്ഞ ലൈവ് ടോപ്പിക് സെഷൻസ് നോട്ടുകളും അതേപോലെ തന്നെ പ്രീവിയസ്
ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസിന്റെ ഭാഗമായിട്ട് ലഭ്യമാകുന്നതായിരിക്കും. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പഠിച്ചു മുന്നേറാനും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ സമയത്ത് നിങ്ങൾ ഈ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഏത് റാങ്കിലേക്ക് എത്തുമോ അതിനേക്കാൾ നല്ല ഉയർന്ന റാങ്കിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഭാഗത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് എത്താൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഈ പരീക്ഷ അപ്രോച്ച് ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങളെ കൂടെ തീർച്ചയായിട്ടും പറ്റും. നിങ്ങൾ ഇനി മത്സരിക്കേണ്ടത് 16 ലക്ഷത്തിന് കൂടെ അല്ല, ബാക്കിയുള്ള 6 ലക്ഷത്തിന്റെ കൂടെയാണ്. അപ്പൊ അതെന്ത് ചെയ്യുക, നിങ്ങൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നവരാണെങ്കിൽ തൊട്ട് താഴെയായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മളത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഒട്ടും വൈകണ്ട, പെട്ടെന്ന് പഠിച്ചു തുടങ്ങിക്കോ. വിജയം നിങ്ങൾക്കുള്ളത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു, ബൈ.